ഹലോ, ഹായ്. ശരിക്കും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മീറ്റ് ബീഫാണ്. സോ ഞാൻ എപ്പോഴും ചിക്കൻ വാങ്ങിക്കണോ ബീഫ് വാങ്ങിക്കണോ എന്ന് വിചാരിച്ചാൽ ബീഫ് വാങ്ങിക്കണമെന്ന് അവസാനം തീരുമാനത്തിലെത്തുള്ളൂ. എനിക്ക് ബീഫ് എങ്ങനെ ഇഷ്ടം വരാൻ കാരണം എൻ്റെ പപ്പായ്ക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ബീഫ്. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ബീഫ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. അപ്പോൾ ഞാനിന്ന് റെസിപ്പി ആലോചിച്ചപ്പോൾ തന്നെ എന്ത് നമുക്ക് ചെയ്യണം 2 ദിവസമായിട്ട് ഞാൻ ആലോചിക്കുമായിരുന്നു. അന്നേരമാണ് എനിക്ക് തോന്നിയത് ഞാൻ എപ്പോഴും ഉണ്ടാക്കുന്ന ബീഫ് തന്നെ ഉണ്ടാക്കാം. അപ്പോൾ അങ്ങനെയാണ് ഈ ബീഫ് റെസിപ്പിയിലേക്ക് എത്തിയത്. ബീഫ് സ്ലോ കുക്ക്ഡ് ബീഫ്. ഓക്കെ, നമുക്ക് വിൽ സ്റ്റാർട്ട് കുക്കിംഗ്. യെസ്, ദിസ് ഈസ് മമ്മാസ് കുക്കിംഗ് വീഡിയോ ആണ്. കുക്കിംഗ് 1 കിലോ ബീഫിന് വേണ്ടിയിട്ടുള്ള റെസിപ്പീസാണ് ഞാൻ പറയുന്നത്. അപ്പോൾ 1 കിലോ ബീഫ്, പിന്നെ ഒനിയൻ, ബിഗ് ഒനിയൻ. നമുക്ക് സവാള 2 വലിയ സവാള എടുക്കണം. വലിയ സവാള ക്യൂബായിട്ട് ഇങ്ങനെ കട്ട് ചെയ്യണം, നമ്മൾ ചില്ലി ചിക്കനൊക്കെ കട്ട് ചെയ്യുന്ന പോലെ. ദെൻ പച്ചമുളക് വേണം. പച്ചമുളക് ഒരു 6 പച്ചമുളകൊക്കെ ഐഡിയലി വേണം. ഞാനിവിടെ കുറച്ച് ചെറിയ പച്ചമുളകിൽ ഒരു 6 എടുത്തിട്ടുള്ളൂ. മോന് റേക്ക് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് അവന് എരിവില്ലാതെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 6 എടുത്തിട്ടുള്ള ചെറിയ പച്ചമുളക്. പിന്നെ കുറച്ച് ഇഞ്ചി ആക്ച്വലി ഈ റെസിപ്പിയിൽ ഇല്ല, പക്ഷെ ഞാൻ ആഡ് ഓൺ ചെയ്തതാണ്. എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഇഞ്ചിയുടെ ടേസ്റ്റ് ഇഷ്ടമാണ് ഈ ബീഫിൽ വരുമ്പോൾ. ദെൻ എൻ്റെ മെയിൻ താരങ്ങളാണ് ക്യാപ്സിക്കം തന്നെ ഞാൻ 3 കളറിലുള്ള ക്യാപ്സിക്കം, കാണാനും കൂടെ ഒരു എസ്തെറ്റിക്കലി ഒരു ഭംഗി വേണ്ടേ നമ്മുടെ ഡിഷിന്. അപ്പം അതിന് വേണ്ടിയിട്ട് 3 കളറുള്ള ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് മെയിൻ വേറെ വേണ്ട ഒരു സാധനമാണ് സെല്ലറിയുടെ സ്റ്റെം ഇങ്ങനെ കട്ട് ചെയ്ത് ഒരു 2 സ്റ്റെമ്മൊക്കെ മതി, വലിയ സ്റ്റെമ്മാണെങ്കിൽ. പിന്നെ ഇതിൻ്റെ സോസ് എന്ന് പറയുന്നത് ആകെ സോയാ സോസ്, ദെൻ വേണമെങ്കിൽ ചില്ലി സോസ്. റേക്കൂട്ടന് പറയാൻ പറ്റുമോ വെജിറ്റബിൾ എന്താ ഇടുന്ന റേക്കൂട്ട അതിനകത്ത്? പൊട്ടറ്റോ. റേക്കൂട്ടിന് ഏറ്റവും ഇഷ്ടമുള്ള മീറ്റ് ഏതാ? ബീഫ് എന്ന് പറഞ്ഞ ബീഫ് ഇഷ്ടല്ലേ? മെയിൻ ആയിട്ട് ബീഫിന്റെ പീസ് കുറച്ച് വലുതായിട്ട് കട്ട് ചെയ്യണം. ഇങ്ങനെ ഇത്രയെങ്കിലും ഇതിലും വലുതായിട്ട് വേണമെങ്കിലും കട്ട് ചെയ്യാം. ഞാനിപ്പോൾ ഇങ്ങനെ ഈ വലുപ്പത്തിലാണ് കട്ട് ചെയ്തിരിക്കുന്നത്. ഇന്ന് എന്താ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്? സ്ലോ കുക്ക്ഡ് ബീഫ്. അതായത് സ്ലോ എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? പതിയെ ഇരുന്ന് കുക്കാവുന്ന ബീഫ്. സോ ഇതിന് 8 hours എടുക്കും പ്രിപ്പയർ ചെയ്ത് വരാനുള്ള ടൈമിങ്. 8 hours കൊണ്ട് ഇത് സ്ലോയിൽ കുക്കായി വരേണ്ട ഒരു ബീഫ് ഡിഷാണ്. സ്ലോ കുക്കർ എനിക്ക് തോന്നുന്നത് ഞാൻ പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് US പോയപ്പോൾ വാങ്ങിച്ചു അവിടുന്ന്. പക്ഷെ നമ്മുടെ ഇതിലേക്ക് വോൾട്ടേജിലേക്ക് അവിടെ തന്നെ ചേഞ്ച് ചെയ്ത് വാങ്ങിച്ചെടുത്ത ഒരു കുക്കറാണ് ഇത്. ഇലക്ട്രിക് കുക്കറാണ്, സ്ലോ കുക്കറാണ്. സ്ലോ കുക്കർ വെച്ചിട്ടുള്ള കുറേ ഐറ്റംസ് റെസിപ്പീസ് നമുക്ക് ഇപ്പം നെറ്റിലൊക്കെ നോക്കിയാൽ അറിയാം. പുറത്തൊക്കെ ഉള്ളവർ എപ്പോഴും പെട്ടെന്ന് ജോലിക്ക് പോകുന്നവരായതുകൊണ്ട് രാവിലെ ഇത് സ്ലോ കുക്കറിലാക്കിയിട്ടിട്ട് വൈകിട്ട് വരുമ്പോഴത്തേനും എടുക്കാം. ഇപ്പം നമ്മളൊക്കെ ആ ഒരു കണ്ടീഷനിലാണ്. രാവിലെ പോയാൽ നമുക്ക് വൈകുന്നേരം വരുമ്പോഴത്തേന് കുക്ക് ചെയ്ത് നല്ല കറക്റ്റ് പാകമായിട്ട് ഇതിരിക്കും. അപ്പം ഞാൻ രാവിലെ തന്നെ ഒരു 8-8:30 ഒക്കെ ആകുമ്പോഴത്തേക്കിന് അത് കുക്ക് ചെയ്യാൻ ഇട്ടിട്ട് വൈകുന്നേരം വരുമ്പോഴത്തേക്കും നല്ല ചിലപ്പം 12 മണിക്കൂർ ഇരുന്നാലും കുഴപ്പമൊന്നുമില്ല. ഒരു 10 o'clock ഇട്ടാൽ ഒരു 6 o'clock ആകുമ്പോൾ നമുക്ക് വേണേൽ എടുക്കാം. അന്നേരം കുക്കാവും. പക്ഷേ അത് എത്ര സമയം ഇരുന്നാലും അതങ്ങനെ പൊടിഞ്ഞങ്ങ് പോകത്തില്ല. അതേ ആ ഷേപ്പിൽ തന്നെ, ബീഫിൻ്റെ ഈ ഷേപ്പിൽ തന്നെ വരും. പക്ഷേ ഭയങ്കര അലുത്ത് കിട്ടും, അതുപോലത്തെ ഒരു ഫീലാണ്. അപ്പം എനിക്കിന്ന് ഇപ്പോൾ സ്ലോ കുക്കർ ഇന്ത്യയിൽ വാങ്ങിക്കാനുണ്ട്. ആമസോണിലൊക്കെ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. ഇതിൻ്റെ കൂടെ നമ്മൾ വെജിറ്റബിൾ ഇടുന്നുണ്ട്, ക്യാരറ്റും പൊട്ടറ്റോയും ഇടുന്നുണ്ട്. പിന്നെ ഇതൊന്ന് കട്ട് ചെയ്യുന്ന രീതി, ആ ഒരു കട്ട് ചെയ്യുന്നത് നമുക്കിത് കറി ഇങ്ങനെ ആവുമ്പോഴത്തേക്കിനെ കാണാനൊരു ഭംഗിയുണ്ടല്ലോ, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ക്യാപ്സിക്കം ഒക്കെ ഇടുന്നത്. അപ്പോൾ ഇത് കട്ട് ചെയ്യാം നമുക്ക്. ഇനിയും ക്യാരറ്റ് കട്ട് ചെയ്താലോ റേക്കൂട്ടാ? നമ്മൾ കട്ട് ചെയ്യട്ടെ. കുറച്ച് മുഴുത്ത കഷ്ണമായിട്ട് കട്ട് ചെയ്യുവാണേ. ഓക്കെ, അങ്ങനെ വെക്കണം. ഓക്കെ, റേക്കൂട്ടൻ്റെ ഫേവറേറ്റ് വെജിറ്റബിളും ക്യാരറ്റ് അല്ലേ? ക്യാരറ്റ് വേണോ കഴിക്കാൻ? ഏതാ? നല്ല ലൈനാക്കി കട്ട് ചെയ്തു. ദെൻ വാട്ട്? ഇനി എന്താ വേണ്ടേ? ഈ ക്യാരറ്റും അതെ. കത്തി അല്ലല്ല, പിള്ളേർ കത്തി പിടിക്കാൻ പാടില്ല. ഇതിനകത്ത് മിക്കവാറും എല്ലാവരും ബീഫേ കഴിക്കത്തുള്ളൂ. ഇതൊക്കെ ബാക്കി വരും. ഞാൻ പിന്നെ ആക്ച്വലി നെക്സ്റ്റ് ഡേ രാവിലെ മോർണിംഗ് അത് ഒരു തേങ്ങാപ്പാലൊക്കെ ചേർത്തൊരു സ്റ്റൂ ആക്കും. അതിൻ്റെ ടേസ്റ്റും ഭയങ്കര നല്ലതാണ്. ക്യാരറ്റ് കഴിക്കുവാണോ? ഗുഡ് ബോയ്. എല്ലാവരോടും പറ, ക്യാരറ്റ് ഹെൽത്തി ആണോ അൺഹെൽത്തി ആണോ? ഹെൽത്തി. പിന്നെ അൺഹെൽത്തി ഫുഡ് എന്തൊക്കെയാ? ചോക്ലേറ്റ്, ക്യാൻഡി, പിന്നെ ചിപ്സ്. അതത്ര അൺഹെൽത്തി അല്ലേ? അപ്പം റേക്കുട്ടനൊന്നും കഴിക്കത്തില്ലല്ലോ. കഴിക്കുമോ? കൈ കിട്ടിയാൽ കഴിക്കും അല്ലേ? അപ്പം വാങ്ങിച്ചു തന്നാൽ കഴിക്കും അല്ലേ? ഓ, വല്ലപ്പോഴും. അപ്പം ഇത്രയും. പിന്നെ
ആരാ വാങ്ങിക്കുന്നേ? അപ്പൊ വാങ്ങിക്കുന്ന ജങ്കാണോ വാങ്ങിക്കുന്നത്? അപ്പം ജങ്ക് ഫുഡ് കഴിക്കും അല്ലേ? ഓ മൈ ഗാഡ്. ഇത് നോക്കി. ഇനി നമുക്ക് ക്യാപ്സിക്കം കട്ടെ. ക്യാപ്സിക്കം ആക്ച്വലി ഇതിൻ്റെ ഒരു പകുതി മതി കേട്ടോ. ഞാനിതൊരു എന്തോ പറഞ്ഞു. എന്താ ബർഗർ കഴിക്കുന്ന കണ്ടാ? പറയാൻ മേലായിരുന്നോ പപ്പയുടെ വേണ്ടെന്ന്? ജസ്റ്റ് വെറുതെയാ? അൺഹെൽത്തി ആണെന്ന് എനിക്ക് അറിയാം, പക്ഷെ ജസ്റ്റ് വെറുതെ കഴിക്കുക എന്ന് പറഞ്ഞു അപ്പ. എൻ്റെ അപ്പനെ എന്നാ ചെയ്യണ്ടേ നിൻ്റെ അപ്പനെ? ഇത് അതുപോലെ ഇച്ചിരി വലുതായിട്ടാണ് ഞാൻ കട്ട് ചെയ്യുന്നത്. ഇതേക്കൊണ്ട് ഏറ്റവും ഇഷ്ടമുള്ള കളർ ഏതാ? റെഡാണ് ഏറ്റവും ഇഷ്ടം. ഓ അതുകൊണ്ടാ മമ്മ. ബ്ലൂവോ? അയ്യോ ബ്ലൂ ക്യാപ്സിക്കം ഇല്ലല്ലോ കേട്ടോ. അമ്മ റെഡ് ക്യാപ്സിക്കം വാങ്ങിച്ചു പോയി. റെഡ് ക്യാപ്സിക്കം കട്ട് ചെയ്തു. ഇനി ഗ്രീൻ കളർ. റേക്ക് ഇഷ്ടമല്ലേ റെഡ് കളർ ഇഷ്ടമല്ലേ? റേക്കൂട്ടനുണ്ട്. ഗ്രീൻ ആണ് ഇഷ്ടം. ഓക്കെ, എന്നാൽ പിന്നെ ഗ്രീൻ തരാം. ഗ്രീൻ ക്യാപ്സിക്കവും കട്ട് ചെയ്തു. അങ്ങനെ കട്ടിങ് എല്ലാം കഴിഞ്ഞു കേട്ടോ. പെട്ടെന്ന് പണി തീരും. അപ്പോൾ ബീഫ് ആദ്യം 3 കിലോ ബീഫാണ് കേട്ടോ. കറക്റ്റ് ചെയ്യാൻ മെഷർമെൻറ്റ് നോക്കാൻ വേണ്ടി 1 kg തന്നെ. ആണോ? ഈ ജ്യൂസാ സ്ട്രോബെറി പോലെ ഉണ്ടോ? റേക്കൂട്ടിന് സ്ട്രോബെറി ഭയങ്കര ഇഷ്ടമല്ലേ? ഇനി നമുക്കൊരു സ്ട്രോബെറി റെസിപ്പി ഉണ്ടാക്കണം. സ്ട്രോബെറി റേക്കൂട്ടിന് മമ്മ ജാം ഉണ്ടാക്കി തരത്തില്ലേ, അതിൻ്റെ റെസിപ്പി ഉണ്ടാക്കണം. ദെൻ ബീഫിൻ്റെ കൂടെ ഈ ഓനിയൻ. ആണോ? ഒന്നുകൂടി ബ്രെഡ് കൊണ്ട് ക്ലോസ് ചെയ്തു. അപ്പം സാൻഡ്വിച്ച് ഉണ്ടാക്കി തന്നു അല്ലേ? ഓക്കെ. അപ്പോൾ അതേ സവോള ഇട്ടു, പച്ചമുളക്, അരിഞ്ഞു വെച്ച ജിഞ്ചർ. ഇതിന് ഇതെല്ലാം കൂടെ ഇട്ടാൽ മതി. ക്യാപ്സിക്കം, സെല്ലറി. ഇതെന്നാ ഇത്? ഇതിൻ്റെ പേരെന്നാ? സെല്ലറി ഇടണം. സെല്ലറി ഒരു കുറച്ച് ഇത്രയും മതി. ഒരു 2 സെല്ലറി. അതിൻ്റെ സൈസ് അനുസരിച്ച് സെല്ലറിയുടെ ഇല്ലല്ല ടു മച്ച് അല്ല. ഇറ്റ്സ് ഓക്കെ. പിന്നെ സെല്ലറിയുടെ സൈസ് അനുസരിച്ചിട്ട് വേണം ഇടാൻ. ദെൻ പൊട്ടറ്റോ ആൻഡ് ക്യാരറ്റ് അതിട്ടു. ഇനി നമുക്ക് സോയാ സോസ് ഒഴിക്കുന്നതുകൊണ്ട് തന്നെ കുറച്ച് അല്ല ഇത് ഉപ്പാ. സോയാ സോസ് ഒഴിക്കുന്നതുകൊണ്ട് ഞാൻ ഉപ്പ് കുറച്ചാണ് ഇടുന്നത്. സോയാ സോസിൽ ഓൾറെഡി ഉപ്പുള്ളത് കൊണ്ട് ഞാൻ കുറച്ചാണ് ഒഴിക്കുന്നത്. സോയാ സോസ് ഒരു 3 സ്പൂണാണ് നോർമലി ഞാൻ ഒഴിക്കാറ്. പിന്നെ നമുക്കിതിങ്ങനെ വെന്ത് ഒക്കെ പകുതിയൊക്കെ ആകുമ്പോൾ ഒന്നൊരു ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇനി ചില്ലി സോസ്. സ്മെല്ല് ഗുഡാണോ? ഓ ഇഷ്ടമായ? ആണോ? നല്ലതാണല്ലോ. എപ്പോഴും ഇഷ്ടമുള്ള ഫേവറേറ്റ് ഫുഡ് ബീഫായത്. ഓക്കെ, ഇത്രയുമാണ് ചേർക്കേണ്ടത്. ഇത് നമ്മളിങ്ങനെ നല്ലതായിട്ട് ഓക്കെ. ഇതിനകത്ത് ഇനി 1 കപ്പ് വെള്ളം. ഇതിലെ ബീഫും അതിനുള്ള ക്യാരറ്റും ക്യാപ്സിക്കവും ദെൻ പൊട്ടറ്റോ ആൻഡ് ക്യാരറ്റ് ഇതെല്ലാം കൂടെ ആകുമ്പോഴത്തേന് സെല്ലറി എല്ലാം കൂടെ ആകുമ്പോൾ തന്നെ എൻ്റെ ഈ സ്ലോ കുക്കറിൽ ഇതുകൊണ്ട് ഫില്ലാവും. ഇതിൻ്റെ വലിയ സ്ലോ കുക്കറും വാങ്ങിക്കാൻ കിട്ടും. പക്ഷേ ഈ സ്ലോ കുക്കറിൽ ഈ ഒരു 1 kg നോർമലി വെക്കാൻ പറ്റുന്നു. അപ്പോൾ ഞാൻ മിക്കവാറും 1 kg വെക്കുന്നത്. ഡിഫറെൻ്റ് ഒരു ടേസ്റ്റാണ്. ആക്ച്വലി നമുക്ക് ഫോറിൻ ഫുഡൊക്കെ ഇഷ്ടമുള്ളവർക്ക് നല്ല ഇഷ്ടപ്പെടും. സോയാ സോസ് ഒഴിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, ഉപ്പുണ്ട്. അപ്പോൾ രണ്ടാമത് പിന്നെ ഉപ്പ് അധികം ഇടരുത്. ദെൻ സോയാ സോസിൻ്റെ കുത്തൽ ഒത്തിരി ആവരുത്. അപ്പോൾ അതിന് കറക്റ്റ് പാകത്തിന് 1 കിലോയ്ക്ക് ഒരു 2-2.5 മാക്സ് ടു മാക്സ് 3 അത്രയും സോയാ സോസ് ഒഴിക്കാവുള്ളൂ. അത് ലൈറ്റ് സോയാ സോസ്. ഡാർക്ക് സോയാ സോസ് ആണെങ്കിൽ അത്രയും തന്നെ വേണ്ട. അപ്പോൾ ഇതേ ഉള്ളൂ കാര്യം. പെട്ടെന്ന് പരിപാടി തീരും. അപ്പോൾ ഞാൻ ഈ സ്ലോ കുക്കർ ഒന്ന് പരിചയപ്പെടുത്താൻ കൂടെ വേണ്ടിയാണ് ചെയ്തത്. ഇതിനകത്ത് ലോ ഉണ്ട്, ദെൻ ഹൈ ഉണ്ട്, പിന്നെ ഓട്ടോ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ലോയിലിടും. ലോയിലിട്ടാലൊരു 8 hours 10 hours ഒക്കെ ഇതിൽ കിടന്നാലും ഒരു കുഴപ്പമില്ല. അപ്പം ഇപ്പോൾ രാവിലെ ഇത് ഞാൻ കുക്കർ കയറ്റി. ഇനി നമുക്ക് വൈകുന്നേരമാണ് ഇത് റെഡി ആവുള്ളൂ. അപ്പോഴത്തേനും നമുക്ക് നോക്കാം. ക്ഷമയോടുകൂടി കാത്തിരിക്കണം, നല്ല നല്ല സാധനങ്ങൾ കിട്ടണമെങ്കിൽ. അതുകൊണ്ട് നമുക്ക് ക്ഷമയോടെ കാത്തിരിക്കാം. അപ്പം നമ്മുടെ സ്ലോ കുക്കർ ബീഫ് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഒരു 10 hour കഴിഞ്ഞു. ഞാൻ ഇച്ചിരി ലേറ്റായി പോയി പോയിട്ട്. റേക്കൂട്ടൻ ഉറങ്ങിപ്പോയി, അതുകൊണ്ട് അവനെ കാണിക്കാൻ പറ്റുന്നില്ല. എനിക്കൊരാളെ പരീക്ഷിക്കാൻ വേണ്ടി കിട്ടിയിട്ടുണ്ട്. മോൻചാൻ വന്നിട്ടുണ്ട്. അപ്പോൾ മോൻചാനെ പിടിച്ചാൽ അവിടെ റെഡിയാക്കി ഇരുത്തിയിട്ടുണ്ട്. ഇത് കഴിച്ചാൽ മതി ഇന്ന് വൈകിട്ടെന്ന് പറഞ്ഞിട്ട്. സോ ഇതിനെ ബ്രേസ്ഡ് ബീഫ് എന്ന് നമുക്ക് വിളിക്കാം. ബ്രേസ്ഡ് ബീഫ് എന്നാണ് ഇതിൻ്റെ ആക്ച്വലി ഇതിൻ്റെ പേര്. അപ്പം ഈ ബ്രേസ്ഡ് ബീഫ് റെഡിയായി. നമുക്കിതിപ്പം ഒന്ന് ഓപ്പൺ ചെയ്ത് സെർവ് ചെയ്യാം.
ഇത്തിരി ഗ്രേവി ആയിട്ടാണ് ഇത് വരുന്നത്. സെല്ലറിയുടെ സ്മെല്ലാണ് കൂടുതലും നമുക്ക് വരുന്നത്. പിന്നെ സോസ് ഉള്ളി സോയാ സോസേ ഉള്ളൂ. സോയാ സോസ് ഇത്തിരി ഗ്രീൻ സോസും. എനിക്ക് തോന്നുന്നത് ഇച്ചിരി വെന്ത് അധികമായിപ്പോയി, ഇച്ചിരി മണിക്കൂറുകൾ കൂടിപ്പോയി. ഞാൻ ഷോപ്പിൽ ചെന്ന് കുറച്ച് ലേറ്റ് ആയിപ്പോയി. ഫ്രൈസ്ഡ് ബീഫ് റെഡി ആയിട്ടുണ്ട്. ഡിന്നർ അപ്പോൾ ഇന്ന് നമുക്ക് ഇത് കഴിക്കാം. ഓക്കെ മോഞ്ച, ഇന്ന് ബീഫാണ്. കെവിന് സിബിയായി വരാമെന്ന് പറഞ്ഞാൽ ഇതുവരെ എത്തിയിട്ടില്ല. മോഞ്ചാൻ ഇഷ്ടമുള്ള ബീഫാണ്. കുറച്ച് വെജിറ്റബിൾ സോട്ട് ചെയ്തിട്ടുണ്ട്. റുമാലി റൊട്ടിയാണ് കേട്ടോ. റുമാലി റൊട്ടി നിങ്ങളെ കൂടെ കാണിക്കാം. റുമാലി റൊട്ടിയുടെ വലിപ്പം ഇന്ന് ഇച്ചിരി വലിയ റുമാലി റൊട്ടിയാണ് വന്നത്. ഇത്രയും വലിയ റുമാലി റൊട്ടിയാണ്. അപ്പോൾ ഒരു റുമാലി റൊട്ടി കഴിക്കാം. ഓക്കെ, കഴിക്കാമല്ലോ അല്ലേ? ബീഫ് വിത്ത് വെജിറ്റബിൾ. മോനെ ഇഷ്ടപ്പെട്ടോ? നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട്. ഒന്നാമത് ബീഫ് ഭയങ്കര ബീഫ് ഇങ്ങനെ ഭയങ്കര ഇങ്ങനെ പൊടിഞ്ഞു പോകും, അതുപോലെ സോഫ്റ്റാണ്. ഈ സെല്ലറി അതിൻ്റെ ടേസ്റ്റ്, സെല്ലറിയാണ് അതിൻ്റെ ടേസ്റ്റും ഒരു ഡിഫറെൻറ്റ് ഫ്ലേവർ കൊടുക്കുന്നത് അതിൻ്റെ സെല്ലറി സോയാ സോസും കൂടെ. അപ്പം നമ്മുടെ ബ്രൈസ്ഡ് ബീഫിൻ്റെ റെസിപ്പി ഇതൊക്കെയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. സ്ലോ കുക്കർ ഇല്ലാത്തവർ ഞാൻ പറഞ്ഞല്ലോ, സിമ്മിലിട്ടിട്ട് ചെറിയ തീയിലിട്ടിട്ട് രാവിലെ മുതൽ ഒരു അടുപ്പ് ഫ്രീ ആക്കുക. നമ്മുടെ ഏതെങ്കിലും ഒരു ഗ്യാസ് സ്റ്റവ് ഫ്രീ ആക്കിയിട്ട് അതിന് ചെറിയ തീയിലിട്ടിട്ട് ഒരു 5-6 മണിക്കൂർ ഇതിൻ്റെ റെസിപ്പി ചെയ്താൽ മതി. അന്നേരം ഇടയ്ക്ക് നമ്മൾ കൂടെ നിൽക്കണം, വെള്ളമൊക്കെ പറ്റിപ്പോകുന്നുണ്ടോ എന്ന് നോക്കണം. പക്ഷേ ടേസ്റ്റിയാണ്. എൻ്റെ ഒരു ഫ്രണ്ടുണ്ട് സജിത എന്ന് പറഞ്ഞിട്ട്, ആൾക്കിത് ഭയങ്കര ഇഷ്ടമാണ്. കോണ്ടിനെൻ്റലിൻ്റെ ആളാണ്. അപ്പം ഇതുണ്ടാക്കുന്ന ദിവസങ്ങളിൽ എപ്പോഴും ഞാൻ ഓർക്കും സജിതനെ. ഇപ്പം കേൾക്കുന്നുണ്ടാവും, ഇപ്പം കേക്ക് പറയുന്നത് തന്നെ ഓർക്കാൻ. റേക്കൂട്ടിന് ഇത് രാവിലെ കുക്ക് ചെയ്യാൻ തന്നെ എൻ്റെ കൂടെ ഹെൽപ്പ് ചെയ്ത് റേക്കൂട്ടിന് സെർവ് ചെയ്യുന്നതിന് മുമ്പ് ഉറങ്ങിപ്പോയി. എനിവേ താങ്ക് യു സോ മച്ച്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.